എല്ലാവർക്കും സ്വാഗതം. ചിങ്ങ രാശിക്കാരെ സംബന്ധിച്ച് ഇവർക്ക് 7-ലാണ് ശനീശ്വരൻ നിൽക്കുന്നത്, നിവൃത്തി സ്ഥാനത്ത്. അപ്പം നിവൃത്തി സ്ഥാനത്ത് ശനി നിൽക്കുകയാണ്. അത് കുംഭത്തിലെ ശനിയാണ്. കുംഭത്തിലെ ശനി എപ്പോഴും നല്ലതാണ്, എല്ലാ കാര്യങ്ങളും നിവർത്തിക്കാനായിട്ട് പറ്റും. പക്ഷെ അലസത ഉണ്ടായിരിക്കും നമുക്ക്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അലസത, ഉറക്കം, മടി, ഇതൊക്കെ ശനീശ്വരൻ നമുക്ക് തരും. നമുക്കത് ആദ്യം ആൾ തരുന്നതാണ്. നമ്മളതിനെയൊക്കെ മാറ്റി മുന്നിലേക്ക് പോകണം. എന്നുവെച്ചാൽ ശനിയാണ് എനിക്ക് കണ്ടകശനി, 7.5 ശനിയല്ല, കണ്ടകശനിയുടെ കാലഘട്ടമാണ്, 7-ലല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ ഉറക്കമുണ്ടാവും, മടി ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ രാവിലെ നേരത്തെ എണീക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി ഈ അലസതയും ഉറക്കമൊക്കെ മാറ്റി നമ്മൾ ഓടാനായിട്ട് തയ്യാറാണെങ്കിൽ ഈ ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു വർഷം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7-ലെ ശനി നമുക്ക് എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് തരാൻ നിൽക്കുന്നു. പിന്നെ വ്യാഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 9-ലും പിന്നെ 10-ലുമാണ്. അപ്പോൾ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും നമുക്ക് അനുകൂലാവസ്ഥയാണ്, 10-ലേക്ക് വന്നാലും നമുക്ക് അനുകൂലാവസ്ഥയാണ്. പക്ഷെ ഇവിടെ എന്താണ്, ശനി നമുക്ക് എപ്പോഴും അലസത ഉണ്ടാക്കും. ഒരു പ്രാവശ്യം പോകേണ്ടടുത്ത് നമ്മൾ 2-3 പ്രാവശ്യം പോകുമ്പോൾ ഈ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് അവിടെ സൂര്യൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവർക്ക് ദേഷ്യം കൂടും. അവിടെ വന്നിട്ട് എല്ലാതും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു പോവാതെ വളരെ ക്ഷമയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണോ ഒരു പുതിയ സംരംഭം തുടങ്ങണം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അത് നന്നാക്കി എടുക്കണം, എൻ്റെ മക്കളെ വിദേശത്തേക്ക് വിടണം, അങ്ങനെ ഒരു വീട് വെക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ക്ഷമ വേണം. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷമയാണ് വേണ്ടത്. പിന്നെ നിങ്ങളുടെ ഗ്രഹനില അത് നമുക്ക് ചിന്തിച്ച് ഇപ്പോഴത്തെ ദശ അപഹാരകാലങ്ങളും, അപ്പോൾ ഓരോ വയസ്സുകാർക്ക് ഓരോ ദശകളും ഓരോ അപഹാരങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഗ്രഹനില വെച്ചിട്ട് ഒന്നും കൂടി നോക്കിയാൽ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുള്ളൂ. കന്നി രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ അഷ്ടമത്തിലെ വ്യാഴം നല്ലത് തന്നെയാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അഷ്ടമത്തിലെ വ്യാഴത്തിന് ഒരു ദോഷവുമില്ല. അഷ്ടമത്തിലെ ധനനഷ്ടം ഉണ്ടാവുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അഷ്ടമത്തിലെ വ്യാഴം 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് നിധികോശം, ധനം, വാക്ക്, നമുക്ക് പൈസ വരും. നമുക്ക് ധനഭാവത്തിൽ നിന്നും വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-ലേക്കാണ് ദൃഷ്ടി. പക്ഷെ ആ ധനഭാവം വന്ന് നിന്നാൽ നമ്മളത് പെട്ടെന്ന് ഉപയോഗിച്ച് എത്ര ഒരു 2 ലക്ഷം രൂപ ഇവിടെ വന്നാലും നമുക്കത് 2 മിനിറ്റ് കൊണ്ട് അത് തീരും. അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും അഷ്ടമത്തിലാണെങ്കിലും ധനപരമായ കാര്യത്തിൽ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗാവസ്ഥകൾ ഉണ്ടാക്കും. അതും മേടൻ രാശിയിലാണ് നിൽക്കുന്നത്, ശിരസ്സാണ് അവിടെ. അപ്പോൾ ആ മേടൻ രാശിയിൽ ശിരസിൻ്റെ ഭാവമായതുകൊണ്ട് എപ്പോഴും ടെൻഷനാണ്, സാമ്പത്തികമായ പ്രതിസന്ധികൾ തന്നെയാണ് എപ്പോഴും. പക്ഷെ കാര്യം നടക്കുന്നുണ്ട്, അതവർ ശ്രദ്ധിക്കില്ല. പക്ഷെ എപ്പോഴും ടെൻഷൻ എടുത്ത് ഇങ്ങനെ നടക്കും. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ടെൻഷൻ എടുത്താൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുത്തും. ഇപ്പോഴത്തെ കാലത്ത് ടെൻഷൻ കൂടി തന്ന അപകടങ്ങളും ഉണ്ടാക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികളില്ലാത്തവരില്ല. അപ്പോൾ വണ്ടി, മറ്റുള്ള വാഹനങ്ങളെല്ലാം അതും ഓടിക്കുന്നവരാണ്. അവർ ഈ അധികമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അവർക്ക് ഈ മെയ് 1-ാം തീയതി വരെ വളരെയധികം സൂക്ഷിക്കണം. അത് കഴിഞ്ഞാൽ 9-ലേക്കാണ് വ്യാഴം പോകുന്നത്. 9-ലെ വ്യാഴം ഇത്തിരി കൂടി നല്ല ഇവർക്ക് ശോഭന ഫലങ്ങളൊക്കെയാണ് തരിക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ വിദേശത്തേക്ക് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, പോകാനായിട്ട് കുറേ പൈസ അത് ധനഭാവത്തിലൊക്കെ പെട്ട് കിടക്കുകയാണെങ്കിൽ നന്നായിട്ട് മാറ്റം വരും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കന്നി രാശിയാണ്. അപ്പോൾ കന്നി രാശി ആവുമ്പോൾ എപ്പോഴും ഗണപതിയെ പ്രാർത്ഥിക്കുക. വിഘ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് മാറ്റുക. പിന്നെ നമുക്ക് പോകേണ്ട രാഹുവാണ്. 7-ലെ രാഹു നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ രാഹുവിന് എന്നൊരു നാഗങ്ങളുടെ ക്ഷേത്രത്തിൽ പോവുക, നാഗത്തന്മാർക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ 7-ലാണ് നിൽക്കുന്നത് രാഹു. ഈ ഒരു വർഷം മുഴുവൻ രാഹു 7-ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഴച്ചിലുണ്ട്. പക്ഷേ ക്ഷമ വേണം. ഇഴഞ്ഞാലും നമുക്ക് നല്ലൊരു കാര്യം, എത്ര ബ്ലോക്കായി കിടക്കുന്ന കാര്യങ്ങളും മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ രാഹുവിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ അതൊക്കെയാണ് സമർപ്പിക്കുക. കാവുകളിൽ പോയിട്ട് സമർപ്പിക്കുക. ആയില്യ പൂജയൊക്കെ നടത്തുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള വേറെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ജാതകപ്രകാരം വേണം നോക്കാനായിട്ട്. ആ ജാതകത്തിൽ നമ്മുടെ ശനിയും വ്യാഴവും അതുപോലെ ചൊവ്വയൊക്കെ എവിടെയാണ്, ദശാകാലങ്ങൾ എവിടെയാണ്, അപഹാരനാഥന്മാരെങ്ങനെയാണ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൂടുതൽ ജാതകം വിശകലനം ചെയ്യുക. തുലാരാശിക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഇപ്പോൾ 7-ലാണ് വ്യാഴം. 7-ൽ വ്യാഴം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് തരികയാണ്. എന്ത് കാര്യങ്ങൾ കുറച്ചൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മളത് നിവർത്തിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർക്ക് അഷ്ടമത്തിലേക്കാണ് വ്യാഴം പോകുന്നത്. അഷ്ടമത്തിലെ വ്യാഴമാണെങ്കിലും ദോഷഫലങ്ങളെന്ന് പറയാനായിട്ട് രോഗങ്ങളെ വരുത്തും. ശുക്രൻ്റെ ക്ഷേത്രത്തിലല്ലേ, ശുക്രൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. കടം മേടിച്ചാണ് നടത്തുക, അത് പറ്റില്ലല്ലോ. അപ്പം നമുക്ക് 2ലേക്ക് അത് മെയ് 1-ാം തീയതി തുടങ്ങി 2-ൽ അഷ്ടമത്തിലേക്ക് വരുമ്പോൾ 2-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയാണ്. കാര്യം എങ്ങനെയെങ്കിലും നടത്തിയിരിക്കും. ഇത് കടം മേടിച്ചിട്ടാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നടത്തുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തീരുന്നുണ്ട്. എന്നുവെച്ചാൽ ബാധ്യതകൾ നമുക്ക് വർദ്ധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തുലാരാശിക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കർമ്മം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണം. സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആവശ്യപ്പെടുമ്പോഴേക്കും നമുക്ക് തരാൻ ആളുണ്ടാവും, പക്ഷെ അതൊരു കടമാണ്, നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ധനമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കർമ്മം എന്താണോ, നിങ്ങൾക്ക് ഏത് തരം കർമ്മമാണെങ്കിലും അതിന് ഇത്തിരി കൂടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിലൂടെ പണം സമ്പാദിക്കണം. ഒരിക്കലും കടം മേടിച്ചിട്ട് ബാധ്യതകളിലൂടെ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പാടില്ല. എന്നുവെച്ചാൽ നമുക്കത് എപ്പോഴും അത് തോന്നിപ്പിക്കും. നമുക്ക് 6-ലാണ് തുലാരാശിക്കാർക്ക് 6-ലാണ് രാഹു, അതൊരു ഡിപ്ലോമാറ്റിക് ഗ്രഹമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരാവശ്യം വന്നു, നമ്മൾ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നമ്മൾ എന്തായാലും കടം വാങ്ങണം. പക്ഷേ ഇന്നതൊരു ആവശ്യമുണ്ട് എന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മം എന്താണോ അതിന് ഇത്തിരി കൂടി ഹാർഡ് വർക്ക് ചെയ്താൽ എന്താണ് അത് കിട്ടുക എന്ന് നോക്കിക്കൊണ്ട് വേണം നമ്മുടെ കാര്യങ്ങൾ നടത്താൻ. അപ്പോൾ തുലാരാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് വളരെ സൂക്ഷിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇവർ 5-ലാണ് നമ്മുടെ ശനി നിൽക്കുന്നത്. അപ്പോൾ 5-ലാകുമ്പോൾ മനസ്സ് മടുക്കുക എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഭയങ്കര എന്തൊക്കെ ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അങ്ങനെ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. വളരെ ശ്രദ്ധയോടുകൂടി കർമ്മത്തെ ശ്രദ്ധിക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ജയദുർഗാ മന്ത്രം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇങ്ങനെ വയസ്സിനും ദശാപഹാരങ്ങളൊക്കെ മാറ്റങ്ങളുള്ളത് കൊണ്ട് ജാതകം വിശകലനം ചെയ്യുമ്പോഴാണ് ഇത്തിരി കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വൃശ്ചിക രാശി എന്ന് പറഞ്ഞൊരു പാപജന്യ രാശിയാണെന്ന് പറയുക. അപ്പോൾ ഈ രാശിയിൽ പെടുന്നവരാണെങ്കിൽ ഈ വർഷം ഇപ്പോൾ തന്നെ അവർക്ക് 6-ലാണ് വ്യാഴം നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനമാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ കാരകത്വമാണ്. ധനമായാലും ടെൻഷൻ കൂടുക, അത് മേടൻ രാശിയിൽ നിന്ന്. അപ്പോൾ എപ്പോഴും ടെൻഷനാണ്. ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ കുടുംബത്തിലുണ്ടാവാം. അപ്പോൾ അതിലൂടെ വരുന്നൊരു പ്രശ്നമുണ്ട്. ധനമാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കുടുംബത്തിൽ കലഹങ്ങളും, എന്നുവെച്ചാൽ 4-ൽ ശനിയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ആ കലഹങ്ങൾ ധാരാളം ഉണ്ടാവുക. അതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് വ്യാഴം 7-ലേക്ക് വരും, അത് നല്ലൊരു സമയമാണ്. അപ്പോൾ 7-ലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്, ഇപ്പോൾ എന്താണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ കലഹം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പ്രതിസന്ധികൾ, അപ്പോൾ നമ്മുടെ കർമ്മം എങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഫലം നിങ്ങൾക്ക് കിട്ടും. എന്ത് കാര്യത്തിനും പോകുമ്പോൾ അത് നടക്കും. ഇപ്പോൾ പുതിയൊരു ബിസിനസ്സാണെങ്കിലോ, അപ്പോൾ ഒരു വീട് വെക്കാൻ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. എത്ര പണം ഇൻവെസ്റ്റ് ചെയ്താലും നമുക്കത് അവിടെ നിന്ന് നല്ലത് കിട്ടുന്നില്ല. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമുക്കത് ശരിയായിട്ട് വരും വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദേശ പഠനങ്ങൾ, പിന്നെ വയസ്സായ അച്ഛനമ്മമാർക്ക് രോഗാവസ്ഥകൾ ധാരാളം വരുന്നുണ്ട്. അവരെ നാഡി ഞരമ്പ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശനി 4-ൽ നിൽക്കുമ്പോൾ വൈകാരിക, അതായത് രോഗാവസ്ഥകൾ ധാരാളം കുടുംബാംഗങ്ങൾക്ക് വരും. അതൊക്കെ വളരെ സൂക്ഷിക്കണം. അതിന് ശിവൻ്റെ അമ്പലത്തിൽ തന്നെ മൃത്യുഞ്ജയ ഹോമം കൊടുക്കുക, പിന്നിൽ മുന്നിൽ ധാര കൊടുക്കുക,
സുബ്രഹ്മണ്യ സ്വാമിക്ക് നിങ്ങൾക്ക് പറ്റത്തക്ക വഴിപാടുകൾ എന്തൊക്കെയാണോ അത് ചെയ്യാം. 5-ൽ രാഹു ഉണ്ട്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഈ രാഹു നാഗങ്ങളെ വെച്ച് പൂജിക്കുന്ന വല്ല ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ തറകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ആരാധിക്കുക. പുള്ളോന്മാരെയൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. 5-ൽ വൃശ്ചിക രാശിയിൽ 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അവർ ജോലി സ്ഥലത്ത് പൈസ കിട്ടുന്നില്ല, അങ്ങനെയുള്ള പല പ്രതിസന്ധി ഉണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താലായിട്ട് നമുക്ക് നല്ലൊരു ഫലം കിട്ടും. അപ്പോൾ സന്താനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ ഗ്രഹനില പരിശോധിച്ച് നിങ്ങൾക്ക് അവർക്ക് എന്താണോ ആ ഗ്രഹനിലയിലുള്ളതെന്ന് നോക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് നല്ല ഫലങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ വഴിപാടുകളൊക്കെ ചെയ്താൽ ശോഭനമായ ഫലങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ 5-ലാണ്. 5-ൽ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാൻ എന്ന് പറയും നമ്മൾ. 5-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നാൽ എന്ത് കാര്യത്തിനും ഭഗവാനെ ഒന്ന് വിളിച്ചാൽ മതി, വിഷ്ണു കൃഷ്ണനെ വിളിച്ചാൽ മതി, ആൾ കൂടെ നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഏറ്റവും നല്ല 3-ലാണ് ശനി. നമ്മൾ എന്ത് കാര്യം നിശ്ചയിച്ചാൽ അത് നടക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ നമ്മുടെ 7-ര ശനി, കണ്ടക ശനി കാലഘട്ടമൊക്കെ തീർന്നു. വളരെ ശോഭനമായി നിൽക്കുന്നൊരു കാലഘട്ടമാണ് ഈ ധനു രാശിക്കാരെ സംബന്ധിച്ച്. അപ്പോൾ അവർ വെച്ചാൽ പുതിയ വീട് വെക്കാനോ പുതിയ എന്തൊരു ബിസിനസ്സാണെങ്കിലും ധനം അഭിവൃദ്ധിയൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. വ്യാഴം ഈ 5-ൽ നിന്ന് 6-ലേക്ക് പോകും. അതൊരു ശത്രുക്ഷേത്രമല്ലേ. അപ്പോൾ 6-ാം ഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രിപുവാണ്, നമുക്ക് ശത്രുവാണ് അവിടെ വരുന്ന ക്ഷേത്രം. ഇപ്പോൾ ധനപരമായിട്ടുള്ള ഇപ്പോൾ ഇവിടെ അതൊരു ശുക്രൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ 11-ാം ഭാവാധിപതി കൂടിയാണ് ശുക്രൻ. അപ്പോൾ ലാഭം, നമ്മൾ ഇന്നൊരു പുതിയ ബിസിനസ് നമുക്ക് തുടങ്ങും, പുതിയ മോഹനമായ വാഗ്ദാനങ്ങളുമായിട്ട് ധാരാളം ആൾക്കാർ വരും. അപ്പോൾ അതിലൊക്കെ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടിനിട വരും. നമുക്ക് മോഹങ്ങൾ ധാരാളം വർദ്ധിക്കും. അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും സ്ത്രീപരമായിട്ടും, അതായത് സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ടും നമുക്ക് ഇന്നത് ചെയ്താൽ ഇത്രയ്ക്കധികം ഫണ്ട് വരും, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നമുക്ക് അത്രയും ലാഭം കിട്ടും. അപ്പോൾ ലാഭത്തെ മാത്രം ശ്രദ്ധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ലാഭം മാത്രമല്ല നമുക്കവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മളെ മനസ്സിനെ മാറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ലാഭത്തെ മാത്രം നോക്കിക്കൊണ്ട് നടന്നാൽ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ വീട്ടിലിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യ ആയാലും അമ്മയായാലും അവരൊക്കെ ഇങ്ങനെ പറയും ഇന്നത് ചെയ്താൽ ഏറ്റവും നല്ല ഫലമാണ്, ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം കിട്ടും, പേടിക്കേണ്ട എന്നൊക്കെയുള്ള രൂപത്തിൽ സംസാരിക്കും. പക്ഷെ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് അതിന് വേണ്ട 1-2 പേരോട് ഒരു അഭിപ്രായങ്ങൾ ചോദിച്ച്, ഇപ്പോൾ ഇവരുടെ മാത്രമല്ല വേറെ 2-3 ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് വേണം എന്തൊരു കാര്യത്തിലേക്കും ഇറങ്ങി പുറപ്പെടാനായി. കുട്ടികളുടെ പഠിപ്പിൻ്റെ കാര്യമാണെങ്കിലും എന്തിനും. അപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ തന്നെ പോവാം, പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ രാഹു 4-ലുണ്ട്. കുടുംബ സ്ഥലത്ത് നാഗങ്ങളെ വെച്ച് പൂജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റത്തക്ക വഴിപാട് ചെയ്യാം. 3-ൽ ശനിയുണ്ട്. ശനി നിങ്ങൾക്ക് നല്ലതാണ്. എന്തിനും ധൈര്യമാണ്. എന്ത് വന്നാലും അത് എൻ്റെ ഒരു ധൈര്യമുണ്ട്, എനിക്ക് അത് ചെയ്യാം എന്നുള്ള ഓവർ കോൺഫിഡൻറ്റ് നമുക്കുണ്ട്. അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇവിടെ ധനത്തിൻ്റെ കാര്യങ്ങളിൽ 1-2 അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അത് തന്നെയാണ് ഏറ്റവും ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ ധനു രാശി ആയതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവാം. ശിവക്ഷേത്രങ്ങളിൽ 3-ൽ ശനിയാണ്. ഹനുമാൻ ക്ഷേത്രത്തിൽ പോവാം. എന്ന് വെച്ചാൽ മനോബലം ഉണ്ട് എങ്കിലും അത് വേണ്ടപ്പോൾ വേണ്ട പോലെ ചിന്തിച്ച് ചെയ്യണം. അതാണല്ലോ നമുക്കൊരു ആവശ്യം. നമുക്ക് എന്തെങ്കിലും ഒരു കർമ്മം വന്നു കഴിഞ്ഞാൽ അത് ഇന്ന് ശരിയാണോ അത് തെറ്റാണോ എന്ന് വേണ്ടതുപോലെ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവാം. അവിടെ വടമാല, വെറ്റിലമാല അതൊക്കെ ചെയ്യാം. അങ്ങനെ ദേവീക്ഷേത്രത്തിലൊക്കെ പോയി തട്ടകത്ത്, അതായത് നിങ്ങളുടെ ദേശം ഏതാണോ ആ തട്ടകത്തെ ദേവതകളെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി മകരം രാശിക്കാരെ സംബന്ധിച്ച് 4-ലാണ് ഇപ്പോൾ വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പം 7-ര ശനിയുടെ കാലഘട്ടമാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7-ര ശനിയുടെ കാലഘട്ടവും 2-ലാണ് ശനി നിൽക്കുന്നത്. 2-ലെ ശനി ധനത്തെ നല്ലതാണ്. കുംഭത്തിലെ ശനി ധനാഭിവൃദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ധനനഷ്ടങ്ങളും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ 4-ാം ഭാവത്തിൽ വ്യാഴം ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ്.
അനാവശ്യമായ കലഹങ്ങൾ, ധനപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഷെയർ, അതായത് ഭൂമിയല്ലേ നമ്മുടെ വീട്ടിൽ ഷെയർ തിരിഞ്ഞു, എനിക്ക് കുറച്ച് കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഒരു സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5-ലേക്കാണ് വ്യാഴം വരിക. അപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഈ വഴക്ക് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അർഹിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇപ്പോൾ അഥവാ ഷെയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് വളരെ സൈലൻ്റായിട്ട് കേട്ട് അതിന് 1-2 ദിവസം ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. ദേഷ്യപ്പെടാനായിട്ട് വഴിയുണ്ട്. 2-ൽ ശനിയാണ്. ശനീശ്വരനെ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ന്യായമല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അപ്പോൾ ദേഷ്യപ്പെടുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവൻ്റെ അമ്പലത്തിൽ തന്നെ പോവുക. പിന്നെ ഇവിടെ ചന്ദ്രനാണ് കൂടുതൽ ഫലം കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകരൻ രാശി 2 പിടിവലി രാശി എന്ന് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ മുതലയും മാനും കൂടി നിൽക്കുകയാണ്. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ പോവുക. എന്നിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. ആ ചുവയ്ക്ക് അവിടെ ബലമുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് മനോബലം കിട്ടാനൊക്കെ ആയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. ശിവനെ പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യുക. ടെൻഷൻ കൂടുമ്പോൾ ധനപരമായ തർക്കങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. കുട്ടികളെ ആണെങ്കിലും പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നമുക്കവിടെ തർക്കങ്ങൾ, നമ്മുടെ കയ്യിൽ സാമ്പത്തിക ഭാവം കുറവായിരിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ ഭാര്യയെ അമ്മ അവരൊക്കെ പറയും നമുക്ക് വിടാണ്ട് പറ്റില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട. ഈ മകരരാശിയിൽ പെടുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല സമയമാണ്. ശനീശ്വരൻ നിങ്ങൾക്ക് 2-ലെ ശനി ഏറ്റവും കൂടുതൽ ധനത്തെ തരും. ദൈവത്തിനെ നന്നായിട്ട് വിളിക്കുക. അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായി പോവുക. ദേവിയെ അറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഈ ഒരു വർഷം നല്ല ഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. കുംഭൻ രാശി. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് കുംഭത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്, 3-ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പം 3-ലെ വ്യാഴം എപ്പോഴും മുറവിളി കൂട്ടും എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുക, അതാണ് മുറവിളി കൂട്ടുക. അതും മേടൻ രാശിയാണ്. മേടൻ രാശി ശിരസിൻ്റെ ഭാവമാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോരോ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും. ഇപ്പം ഇന്നൊരു കാര്യത്തിന് പോയി ആ കാര്യം നടക്കില്ല, വേറൊരു കാര്യവും തിരിച്ചു വരിക. എപ്പോഴും നമുക്ക് ഓരോരോ വിഷയങ്ങളുമായി മനസ്സിങ്ങനെ ആലില പോലെ ആടിക്കൊണ്ടിരിക്കും. പക്ഷേ ശനി ഉണ്ട് അവിടെ. ആ ശനി നമുക്ക് നല്ല പവർ തരും. എങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സ് മാറിയിരിക്കും. ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ക്ഷേത്രത്തിലേ പോകണ്ട എന്നൊരു തീരുമാനം ഉണ്ടാക്കും. അതുപോലെ ആ പോകാനുള്ള മനസ്സും കൂടി നമുക്ക് പോകും. അതായത് കൃഷ്ണൻ്റെ അമ്പലത്തിലൊന്നും ഞാൻ പോകുന്നില്ല, അവിടുന്ന് അതൊന്നും പോയിട്ട് ശരിയാവുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. 4-ലേക്കാണ് വ്യാഴം വരിക. വ്യാഴം 4-ൽ വരും. അത് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ്. എന്നാലും നമ്മൾ സൂക്ഷിക്കണം. 4-ലാണെങ്കിലും ശനി ലഗ്നത്തിലുണ്ടല്ലോ. അപ്പോൾ ആ ദേഷ്യം, ധനം നമ്മുടെ കയ്യിൽ കുറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ദേഷ്യം, സന്താനങ്ങളെ നമ്മൾ പറഞ്ഞു വെച്ചിട്ട്, അതുപോലെ നമ്മളിപ്പോൾ വിദേശത്തേക്കോ പഠിക്കാനൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായി തിരിച്ചു വരും. അപ്പോൾ അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്നേക്കാളും നല്ലൊരു രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ കുംഭൻ രാശിക്കാർ എപ്പോഴും ലഗ്നത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ശിവൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക. പിന്നെ സൂര്യനാരായണനെ നന്നായിട്ട് ഭജിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേടത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ടെൻഷൻ ഒന്ന് കുറയും. ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ധാര കൊടുക്കുക. കരിക്ക് കൊണ്ട് ധാരയൊക്കെ കൊടുക്കുമ്പോൾ ടെൻഷൻ വളരെ ഇതായിട്ട് കിട്ടും, ഫ്രീ ആയി കിട്ടും. ഭൂമിപരമായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും മിണ്ടാതിരിക്കുക. ആ തർക്കങ്ങളൊക്കെ കോടതി കേസ് വ്യവഹാരം എന്നുള്ളതൊക്കെ വരും. അതിനൊക്കെ നമ്മൾ പതുക്കെ ഒരു വക്കീലിനൊക്കെ ഏർപ്പാട് ചെയ്ത് പതുക്കെ പോവാം. ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നു, നമുക്ക് ഇത്തിരിയും കൂടി ഒരു നല്ല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കുംഭൻ രാശിക്കാർ ഈ ഇതുകളൊക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സന്താനങ്ങൾക്ക് ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ജാതകവുമായി ബന്ധപ്പെട്ടിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനി മീനൻ രാശി. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് നമുക്ക് വ്യാഴം നിൽക്കുന്നത് 2-ലാണെങ്കിലും ശനി നിൽക്കുന്നത് 12-ലാണ്. അപ്പോൾ 7.5 ശനിയുടെ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തു. അത് കുറച്ച് നാളുകളായി.
എങ്കിലും ഏഴര ശനിയാണ്. അതും ശനീശ്വരൻ 12-ലാണ് നിൽക്കുന്നത്. 12-ലെ ശനീശ്വരൻ എപ്പോഴും അലസത ഉണ്ടാക്കും. പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ ശനി നല്ലൊരു സ്ഥാനത്താണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെയല്ല കേട്ടോ. ശനി എപ്പോഴും ന്യായാധിപനാണ്. ശനിയുടെ കാലഘട്ടത്തിൽ നമുക്ക് തരുന്ന ധനത്തെ ഒരിക്കലും ശനീശ്വരൻ നശിപ്പിക്കില്ല. ആ ന്യായത്തിൻ്റെ ഭാഗത്തിലൂടെ തന്നെയാണ് സഞ്ചരിക്കുക. അപ്പോൾ ഏഴര ശനിയാണ് മീനൻ രാശിക്കാർക്ക്. 12-ലാണ് ശനി. അതുകൊണ്ടാണ് ഇങ്ങനെ ഏഴര ശനിയുടെ കാലഘട്ടമാണ്. ശനീശ്വരൻ ഇപ്പോൾ അലസത ഉണ്ടാക്കും. നമ്മളൊരു കാര്യത്തിന് പോയി 10 പ്രാവശ്യം പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ദേഷ്യത്തെ കൂടുതലുണ്ടാക്കും. അതിനൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട്, അതായത് ശനിയാണ് എനിക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2-3 പ്രാവശ്യം പോയാൽ കുറച്ച് നാൾ നമ്മൾ ആ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശനിയാണ്, അപ്പോൾ എനിക്ക് ഏഴര ശനിയാണ്, ശനിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നെ ശനീശ്വരൻ എനിക്ക് നല്ലത് തരും എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഏഴര ശനിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന സമ്പത്ത് ഒരിക്കലും ശനീശ്വരൻ കൊണ്ടുപോകില്ല. ഇപ്പോൾ രാഹുവിൻ്റെ ദശാകാലത്ത് വ്യാഴദശയിലൊക്കെ എന്തൊക്കെ സമ്പത്ത് ഉണ്ടാക്കിയാലും അത് പോകുമ്പോൾ അതൊക്കെ നശിച്ചിട്ടാണ് പോകും. രാഹുദശാകാലത്തൊക്കെ ഓരോരുത്തർക്ക് ഹൈ ലെവലിൽ വരും, അതേപോലെ തന്നെ നമ്മൾ താഴെ പോകും. പക്ഷെ ശനി അങ്ങനെയല്ല. ഏഴര ശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും നമ്മൾ ശനീശ്വരനെ പേടിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ശനി നിങ്ങളുടെ ജാതകത്തിൽ ഏറ്റവും നല്ല സ്ഥാനത്താണെങ്കിൽ ഏറ്റവും നല്ല ശോഭന ഫലവും. പിന്നെ ഇപ്പോൾ 12-ലാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കുക. ശനി എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഗ്രഹമാണ്. എപ്പോഴും കർമ്മം ചെയ്യുക. നമ്മളൊരു വീട്ടിലൊരു ജോലി, വീട്ടിലൊരു ചോറ് വയ്ക്കുകയോ അല്ലെങ്കിൽ വേണ്ട കറി വയ്ക്കുന്നതൊക്കെ ആണെങ്കിലും അത് കൃത്യമായിട്ട് ചെയ്യുക. അത് ഭംഗിയിൽ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ശനിയുടെ ധർമ്മം. നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അത് അതിൻ്റെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ഏറ്റവും നല്ല ഗ്രഹമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏഴര ശനിയാണെന്നൊന്നും വിചാരിച്ച് പേടിക്കേണ്ടതില്ല. അപ്പം അത് നന്നായി ശ്രദ്ധിക്കുക. മീനൻ രാശിക്കാർ 2-ലെ വ്യാഴമാണ്. വ്യാഴം നമുക്ക് 2-ലാണ് നല്ലൊരു ഇതാണ്. 3-ലേക്ക് വ്യാഴം ഇപ്പോൾ മെയ് 1-ാം തീയതിക്ക് വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും വ്യാഴം 3-ൽ പോകുമ്പോൾ നമുക്ക് ധനം വരുന്നില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നും. സാമ്പത്തികമായിട്ട് ഇന്ന് തരാം എന്ന് പറയുന്നവർ തരാതിരിക്കാം. ഇതൊക്കെ ചെയ്താലും നിങ്ങൾ കർമ്മത്തിലൂടെ പൈസ ഉണ്ടാക്കണം. നമ്മൾ തരാമെന്ന് പറയുന്നവരെ കയ്യിൽ നിന്നല്ല മേടിക്കേണ്ട. കർമ്മം എന്താണോ ആ കർമ്മം, അതല്ലെങ്കിൽ വേറെ തരത്തിൽ നമുക്ക് ചിന്തിക്കണം. പുതിയ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ പുതിയൊരു ജോലി എന്താണ് കിട്ടുക, ഒരു പാർട്ട് ടൈം ജോലി വേറെ എന്താണ് കിട്ടുക, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഉറങ്ങാനല്ല നേരം, നമുക്ക് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത്തിരി കൂടി ഹാർഡ് വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. മീനൻ രാശിക്കാർ 3-ലേക്കാണ് വ്യാഴം വരുന്നത്. 12-ലാണെങ്കിൽ ശനീശ്വരനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മീനൻ രാശിക്കാർ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ ദേവീക്ഷേത്രത്തിൽ പോവുക, അതായത് കുരുതിയൊക്കെ കൊടുക്കുക. കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറയുന്ന ക്ഷേത്രം ഉണ്ടല്ലോ, കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അവിടെ ഒരു കൂട്ട വെടിവഴിപാടുണ്ട്, കുരുതി പുഷ്പാഞ്ജലി ഉണ്ട്. അതൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴം 3-ലേക്ക് വരുമ്പോൾ വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ഗുരുവായൂരൊക്കെ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. ഗുരുവായൂരപ്പനെ നന്നായിട്ട് മനസ്സുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, മൃത്യുഞ്ജയ ഹോമമൊക്കെ ചെയ്യുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൃത്യു വരും എന്ന് വിചാരിച്ചിട്ടല്ല. രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാഡി ഞരമ്പ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് കുറയാനാണ് കേട്ടോ. മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ പൂജ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യങ്ങളല്ല അതൊന്നും. പിന്നെ ശിവനെ കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മീനൻ രാശിക്കാർക്കും ഏറ്റവും നല്ല ഫലങ്ങളായിട്ട് കിട്ടും. കുട്ടികൾക്കാണെങ്കിലും വിദേശ പഠനത്തിനൊക്കെ നല്ലതാട്ടോ. എന്ന് വെച്ചാൽ ആ മീനൻ രാശിയിൽ രാഹു ഉണ്ടേ. അപ്പോൾ രാഹു എപ്പോഴും നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ പുറത്തേക്ക് പഠിക്കാൻ പോകുമ്പോഴൊക്കെ നല്ലതാണ്. പക്ഷെ അത് വേറൊരാൾ പറഞ്ഞിട്ട് അതാണെന്ന് ചിന്തിപ്പിക്കരുത്. രാഹു എപ്പോഴും ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മളെ ചിന്തിപ്പിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയണതാണ് ശരി, അല്ലെങ്കിൽ ഇവർ പറയണതാണ് ശരി എന്ന് നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കും. അപ്പം അങ്ങനെ തോന്നിപ്പിക്കാതെ നമുക്ക് സ്വയം ഒരു തീരുമാനം എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. അതിനെന്ത് വേണം? കൃഷ്ണനെ നന്നായിട്ട് ഭജിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ അബദ്ധങ്ങളിലൊന്നും പോയി പെടാതെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക തന്നെ വേണം. വളരെ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കർമ്മത്തെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നിലേക്ക് പോയാൽ ഏറ്റവും നല്ല ഫലം നമുക്ക് കിട്ടും. പിന്നെ അത് വിചാരിച്ച് നമ്മളുടെ ജാതകം കൂടി പരിശോധിക്കുമ്പോഴാണ് ദശാകാലം, അപഹാരനാഥൻ അവരൊക്കെ അറിയാൻ പറ്റും ഉള്ളൂ. പക്ഷേ മീനൻ രാശിക്കാർക്ക് മൊത്തം ഏഴര ശനിയാണ്.
അത് ജാതകത്തിലായാലും എവിടെയായാലും ഏഴരശനി മാറുന്നില്ല, പക്ഷെ ദശാപഹാരങ്ങൾ മാറും. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ജാതകം പരിശോധിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തികയുടെ കാലുഭാഗം, അതായത് ആ രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ആ രാശിക്കാർക്ക് 11 ശനീശ്വരൻ നിൽക്കുന്നു, 12 രാഹു നിൽക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും നല്ലൊരു സമയമാണ്. 11 ശനി എന്നാൽ തന്നെ ഏറ്റവും നല്ല സമയമാണ്. അതിനേക്കാൾ ഉപരി ഇപ്പോൾ വ്യാഴമാണ്, ആ മേടൻ രാശിയിൽ വ്യാഴമാണ് നിൽക്കുന്നത്. വ്യാഴം 2ലേക്ക് പോകും. അപ്പോൾ ആ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയമാണ് 2ാം ഭാവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ നിധിയുടെ ഭാവമാണ്, നിധി, വാക്ക്, ധനം എന്നുള്ള ഭാവമാണ് നമുക്ക് 2 ഏറ്റവും ഒരു നല്ല സമയമാണ്. പുതിയ വാഹനങ്ങൾ മേടിക്കാനും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വീട് വയ്ക്കുന്നതിനും വിദേശ പഠനങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ മേടൻ രാശിക്കാർക്ക്. അതേപോലെ തന്നെ അവരുടെ സന്താനങ്ങൾക്ക് ദൂരയാത്ര പോകാനുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് സാമ്പത്തികമായ ഇടപാടുകളൊക്കെ പെട്ടെന്ന് നടന്ന് അവരെ വിടാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ രാഹു 12-ലുള്ളതും വിദേശ പഠനത്തിനും ജോബുകൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ഭാവമാണ് രാഹുവിൻ്റെ ഭാവമാണെങ്കിലും. അപ്പം അത് കാരണം അതുകൊണ്ടൊക്കെ തന്നെ മേടൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. പിന്നെ അതിൽ വരുന്നത് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കാണെങ്കിലും മറ്റുള്ള ജനങ്ങൾ വൃദ്ധന്മാരെ ഒക്കെ സംബന്ധിച്ചവർക്ക് ഏറ്റവും നല്ല സമയമാണെങ്കിലും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം. എന്നുവെച്ചാൽ വിഷ്ണു ആണല്ലോ മാറുന്നത്, അതായത് വ്യാഴം വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, എന്നിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. അതേപോലെ തന്നെ ശനി 11-ലായതുകൊണ്ട് അത് നമുക്ക് ലാഭസ്ഥാനമാണ്, ഏറ്റവും നല്ല ഭാവമായതുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയി പിന്നിൽ മുന്നിൽ വിളക്ക്, ധാര എന്നിവയ്ക്ക് കൊടുക്കാം. അതേപോലെ ചുവ, അതായത് ദേവീ ക്ഷേത്രത്തിൽ പോയി പറ്റത്തക്ക വഴിപാടുകൾ നമ്മൾ ചെയ്യുക. അതായത് മേടൻ രാശി ചുവയുടെ ക്ഷേത്രം കൂടി ആയതുകൊണ്ട് ചുവയ്ക്കെതിരായിട്ടുള്ള ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് ഒരു ഗോചരാവസ്ഥയാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ജാതകം പരിശോധിച്ചിട്ട് ആ ജാതകത്തിൽ നിങ്ങൾക്ക് ശനി എവിടെയാണോ വ്യാഴം എവിടെയാണോ നിൽക്കുന്നതെന്ന് വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളായിട്ട് പറയാൻ പറ്റുക. പിന്നീട് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളൊരു നല്ല ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ ഗ്രഹനില വെച്ച് നോക്കി എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 12-ലാണ് വ്യാഴം നിൽക്കുന്നത്. ശനിയാണെങ്കിലോ 10-ലാണ്, കർമ്മത്തിലാണ്. അപ്പോൾ കണ്ടകശനിയുടെ കാലഘട്ടമാണ്. വ്യാഴം 12-ലാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളാണ് എപ്പോഴും ഉണ്ടാവുക. ഒരു കാര്യത്തിന് പോയാൽ അത് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല, പിന്നീട് ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും നമുക്കത് കിട്ടാനായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. കുട്ടികൾക്കായാലും പഠന കാര്യങ്ങൾക്ക് ഒരു അലസത വരിക, ഉറക്കം തൂങ്ങുക, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ സമ്പാദ്യഭാവം, അതായത് പണം അധികമായിട്ട് ചിലവാവുക. അപ്പോൾ എല്ലാതും ഈശ്വരൻ എന്തെങ്കിലുമൊക്കെ തരട്ടെ എന്നുള്ള ഭാവത്തിലേക്ക് നമ്മൾ പോകും. എന്നുവെച്ചാൽ മോശസ്ഥാനത്താണല്ലോ വ്യാഴം 12-ൽ. അപ്പോൾ അതൊന്നല്ലാതെ ഈ വ്യാഴം ഈ ശനീശ്വരൻ 10-ൽ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കണം. കർമ്മമാണ് മുഖ്യം. അതായത് കണ്ടകശനിയുടെ കാലഘട്ടത്തിൽ എത്ര അലസത വന്നാലും കർമ്മത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓടണം. അതാണ് അവർ ചെയ്യേണ്ടത്. ലഗ്നത്തിലാണ് വ്യാഴം വരിക, ആ വ്യാഴം മാറ്റമുണ്ട്. അപ്പോൾ ആ ലഗ്നത്തിൽ വ്യാഴം മാറുമ്പോൾ ഇത്തിരി ഇപ്പോൾ പറഞ്ഞതിലും വിട്ട് ഇത്തിരി മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് പോകുമ്പോഴും കുറേ കാര്യങ്ങൾ എന്നും തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അത് മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, തർക്കങ്ങൾ നടക്കുന്നത്, അതുപോലെ കേസ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരാനായിട്ട് ഈ ഇടവൻ രാശിക്കാർക്ക് സംഭവിക്കും. അതേപോലെ കർമ്മം എപ്പോഴും നോക്കുക. വിദേശത്തേക്ക് പോകാനായിട്ടൊരു ജോലി നമ്മൾ തേടി, അത് കുറച്ച് ദിവസം കഴിഞ്ഞു അത് കാണാനില്ല, അതിൻ്റെ മെസ്സേജുകളൊന്നും കാണാനില്ല, ഓഫർ ലെറ്റർ കണ്ടില്ല എന്ന് വിചാരിച്ച് വിട്ട് കളയരുത്. നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് സാധിക്കും. നിങ്ങളെപ്പോഴും നിങ്ങളുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കുക. കർമ്മമാണ് എപ്പോഴും നമ്മുടെ മുന്നിലേക്കുള്ള കാര്യങ്ങൾ നയിക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ ജാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക.
എന്ന് വെച്ചെങ്കിൽ രാഹു അല്ല 10ലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ എപ്പോഴും ടെൻഷൻ കൂടുന്നൊരു സംഭവമുണ്ട്. ആ ടെൻഷനൊക്കെ നമുക്ക് മാറി ഇടവൻ രാശിക്കാർക്കും ഈ പ്രാവശ്യം നല്ലൊരു ഫലം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പിന്നിൽ മുന്നിൽ വിളക്ക് ധാര കൊടുക്കുക, ഗണപതിക്ക് ഒരു മുട്ടിറക്കി പ്രാർത്ഥിക്കുക, ദേവീക്ഷേത്രത്തിൽ പോയിട്ട് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. നമുക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീരാനായിട്ട് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. പിന്നെ അതേപോലെ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള വല്ല തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭൂമി ദേവിയുടെ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ചേർപ്പിലുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് എന്ന അവിടെ ഒരു ഭാഗത്ത് ഈ ഭൂമി ദേവിയുടെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം മാറ്റം വരാനായിട്ട് നമുക്ക് സാധിക്കും. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ലഗ്നാല് 7, 8, 9ലാണ്, അതായത് മിഥുന രാശിയുടെ 9ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ശനി 9ൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭാവമാണ്. നമുക്ക് എപ്പോഴും അമ്പലങ്ങൾ ദർശനം ചെയ്യാൻ പറ്റും, ആത്മീയമായ പരിപാടികളിൽ പങ്കെടുക്കാനൊക്കെ പറ്റും. പിന്നെ എപ്പോഴും നല്ലൊരു ചിന്ത നമുക്ക് വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈശ്വരനാണ് എല്ലാം ചെയ്തു തരുന്നത് എന്നുള്ളൊരു തോന്നലുകളൊക്കെ നമുക്ക് വരുന്ന ഒരു വർഷം കൂടിയിട്ടാണ് ഇത്. ഈ ഒരു കൊല്ലം മുഴുവനായിട്ട് ശനി അവിടെ 9ൽ കുംഭത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വ്യാഴം, ഈ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഇവർക്ക് വ്യാഴം 11ലാണ്. അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടുന്ന ബുദ്ധി പോലെ പ്രവർത്തിക്കുമ്പോൾ നമുക്കവിടെ ധനപരമായ ഇടപാടുകളിൽ നിന്ന് ധാരാളം ധനം ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ മിഥുന രാശിക്കാരിൽ ഈ ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഭൂമിയുടെ ഇടപാടുകൾ, അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും മേടിച്ച് മാറ്റം കൊടുക്കൽ, ഭൂമി മാത്രമല്ല എന്ത് തരം ബിസിനസ്സാണെങ്കിലും നമുക്കതിലൂടെ നല്ല ലാഭം കിട്ടാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ആരാണ്? ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ശനീശ്വരൻ നല്ലപോലെ ഭജിക്കണം. അതുപോലെ കുട്ടികളുടെ കാര്യങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മുടങ്ങിക്കെടുക്കുന്ന പല കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി അത് മുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 12ലേക്കാണ് വ്യാഴം മാറും. അപ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. നമുക്ക് ഈ വ്യാഴം മാറുന്നതുകൊണ്ട്, നമുക്ക് വ്യാഴം 12ലായതുകൊണ്ട് നിങ്ങളുടെ ഈ 9ലെ ഈ ശനിയുടെ കാരകത്വവും കൂടിയുമ്പോൾ ആത്മീയത, അതായത് ഇപ്പോഴും ഈശ്വരനാണ് എല്ലാം ചെയ്തു തരിക എന്നുള്ളൊരു തോന്നൽ കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊന്നല്ലാതെ തന്നെ നമ്മുടെ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കുക, കർമ്മഭാവങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ടൊരു നന്നായിട്ട് പ്രാർത്ഥിക്കുക, പിടിപ്പണം ഒഴിഞ്ഞ് സമർപ്പിക്കുക. അതുപോലെ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റുന്നതൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യുക, കുവളമാലയ്ക്ക് സമർപ്പിക്കുക. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, അതായത് മിഥുനൻ രാശി ബുധൻ്റെ രാശിയാണ്, അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ദുരിതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതും അകലാനായിട്ട് നമുക്ക് പാലഭിഷേകം കൊടുക്കുക, പഞ്ചാമൃതൻ്റെ അഭിഷേകമൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അമ്മമാരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോകാനുള്ള കാര്യങ്ങൾ തടസ്സമാണ്, അവർ പറഞ്ഞത് കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വേലെടുത്ത് വെച്ചിട്ട് ഷഷ്ഠിയുടെ അന്ന് വ്രതം നോക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതൊക്കെ ചെയ്താൽ മിഥുന രാശിക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. ഇനി കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അഷ്ടമത്തിലാണ് ശനി. അഷ്ടമത്തിലെ ശനി കുംഭത്തിലായതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ കാല് കൈ കഴപ്പ്, വലിച്ചൽ, വേദന അതൊക്കെ ധാരാളം ഉണ്ടാവും. ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ശനീശ്വരൻ ചെയ്യുക, ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വാഹനാദികളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വെച്ചാൽ അപകടങ്ങളുണ്ടായിട്ട് നമുക്ക് കിടപ്പിലായിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ അഷ്ടമം എപ്പോഴും നമുക്ക് ദോഷത്തെ ചെയ്യുന്നൊരു ഭാവമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ വ്യാഴം ഈ കർക്കിടകക്കാരിയെ സംബന്ധിച്ച് 10ലാണ്. വ്യാഴം 10ലാവുമ്പോൾ നമുക്ക് കർമ്മത്തിൽ നല്ലതാണ്. കർമ്മപരമായിട്ട് എല്ലാ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കർമ്മവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ശനിയെ നന്നായി ഭജിക്കണം. എന്നുവെച്ചാൽ അഷ്ടമത്തിൽ ആ ശനി നമുക്ക് ബ്ലോക്ക് ആവാൻ പാടില്ല.
അപ്പോൾ ശനീശ്വരനെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ നമുക്ക് ഈ വ്യാഴം നമുക്ക് തടുക്കാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്കായാലും വിദേശത്തേക്ക് പഠനത്തിനായാലും മറ്റുള്ള കാര്യങ്ങൾക്ക്, ഇപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങണം, ഈ ഒരു വർഷം നമുക്ക് തുടങ്ങണം എന്നൊക്കെ പറയുകയാണെങ്കിലും 10ൽ നിൽക്കുന്ന വ്യാഴത്തേക്കാളും നല്ലത് 11ൽ നിൽക്കുന്ന വ്യാഴമാണ്. ശുക്രൻ്റെ ക്ഷേത്രത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് അതൊരു നന്മ കൊടുക്കും. അപ്പോൾ 11 ലാഭസ്ഥാനമാണ്. ആ 11ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത്. അപ്പോൾ അവിടെ വരയ്ക്ക് നമ്മളൊന്ന് പിടിച്ച് നിന്നാൽ നമുക്ക് പുതിയൊരു ബിസിനസ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങാനൊക്കെ നല്ലതാണ്. പിന്നെ അവരിത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശുക്രൻ്റെ ക്ഷേത്രത്തിലാണല്ലോ, അപ്പോൾ അവർ ദേവീക്ഷേത്രത്തിൽ പോലും ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ജയദുർഗാ മന്ത്രം കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്താൽ, പൂജകളൊക്കെ ചെയ്താൽ തടസ്സങ്ങളൊക്കെ മാറി ജയിച്ച് വരാനായിട്ട് നമുക്ക് സാധിക്കും. ഈ കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും ഒരു നല്ല സമയം തന്നെയാണ്. അതേപോലെ കുട്ടികൾ പഠിക്കാനായിട്ടും മന്ദതയുണ്ട്, എൻ്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്ന അമ്മമാരും ഉണ്ട്. അമ്മമാരായാലും അച്ഛന്മാരായാലും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ കുട്ടികൾ 26 വയസ്സായി, മകന് ജോലിയൊന്നും ആയിട്ടില്ല, അവർക്കൊക്കെ ഈ ജയദുർഗയുടെ മന്ത്രം ജപിച്ച് അവരെ പേര് നക്ഷത്രമൊക്കെ വെച്ച് ചെയ്യുന്നത് ഒരു 7 ദിവസം അടുപ്പിച്ച്, ചൊവ്വാഴ്ച മുതൽ അങ്ങോട്ട് 7 ദിവസം അടുപ്പിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വയും വെള്ളി മാത്രമാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യുന്നത് ഏറ്റവും ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഈ വിദേശത്തേക്ക് പോകാനും ഒക്കെ ഈ ഒരു കാലഘട്ടം ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ രാഹുവാണ് നമുക്കിവിടെ നിൽക്കുന്നത് 9ാം ഭാവത്തിൽ. രാഹു ആവുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന ഒരു ഗ്രഹമാണല്ലോ രാഹു. അപ്പോൾ 9ാം ഭാവം ഭാഗ്യഭാവമാണ് നമ്മുടെ. അപ്പോൾ ആ ഭാഗ്യാധിപതിയാണ് വ്യാഴം. ആ വ്യാഴം 10ലുണ്ട്, 11ലുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പതുക്കെ പിടിച്ച് നിന്ന് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും നല്ല ഒരു ശോഭന ഫലമായിരിക്കും അത് കിട്ടുക. നമ്മളൊരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു, 2 ആഴ്ചയ്ക്കുള്ളിൽ അവർ തരേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെൻഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു 2 ആഴ്ച 3 ആഴ്ചയ്ക്കുള്ളിലാണെങ്കിൽ നമുക്കത് കയ്യിൽ വരും. അപ്പോൾ അത് ഏറ്റവും നല്ല ഫലത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ആ 9ാം ഭാവത്തിൽ രാഹു ഇഴഞ്ഞു നീങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ പതുങ്ങി വരുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്താൽ ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാകും.